ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മളത് മൂന്നാറിലേക്കുള്ളൊരു യാത്രയാണ്. മൂന്നാറിലെ സൂര്യനെല്ലിയിലേക്കാണ് യാത്ര പോകുന്നത്. നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത് എറണാകുളത്തു നിന്നാണ്. എറണാകുളത്തു നിന്നൊരു KSRTC പിടിച്ച് അടിമാലി, കോതമംഗലം, മൂന്നാർ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ടുള്ള ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ആദ്യം ബുക്ക് ചെയ്തോ പ്ലാൻ ചെയ്തിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. കിട്ടുന്ന ബസ്സിൽ അങ്ങ് കയറി പോകുന്നതാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊരു പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആയിരിക്കണം ആ ട്രിപ്പ് അത്രയും ഒരു അടിപൊളിയായിട്ടുള്ള ട്രിപ്പായിരുന്നു. പിന്നെ ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിലും അടിപൊളി ക്ലൈമറ്റായിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ വെയിലല്ല, നല്ല മഴയായിരുന്നു. ആ ഒരു ചുരം കയറുന്ന സമയത്ത് നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഉച്ചയ്ക്കാണ്, അതായത് ഒരു 12 മണിയോട് കൂടിയിട്ടായിരുന്നു എറണാകുളത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ നല്ല വെയിലിൻ്റെ ആയിരുന്നു. പക്ഷേ മഴ കാരണം നമുക്ക് ആ ഒരു വെയിലിൻ്റെ ചൂടോ ബാക്കി ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഓരോ സ്ഥലത്ത് നിന്ന് ഇറങ്ങി മാറി കയറുന്നത് കൊണ്ട് തന്നെ ഒരു ലോങ് ജേർണിയായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. നമ്മൾ ഒരു സ്ഥലത്ത് ഇറങ്ങി ഒരു ചായ കുടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ച് അങ്ങനെയൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ ആ ഒരു ട്രിപ്പ് അത്ര ബോറിംഗ് അല്ലായിരുന്നു. അതിൻ്റെ കൂടെ ഈ മഴയും കോടയും തണുപ്പും എല്ലാം കൂടി ആയപ്പം അടിപൊളിയായിരുന്നു. ട്രിപ്പ് വേറെ ലെവലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയൊരു മഴയത്ത് മൂന്നാറിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. നമ്മൾ നോർമലി പോകുന്ന സമയത്തും ഈ മഴയുള്ള സമയത്തും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ രണ്ടും രണ്ട് ഫീലാണ്. ആ ഒരു കോടേൻ്റെ ഒക്കെ ഭംഗി നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ട എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നേരിട്ട് കാണുമ്പോൾ അത് വേറെ തന്നെയാണ്. നമ്മൾ മൂന്നാർ ടൗണിൽ നിന്ന് സൂര്യനെല്ലിയിലേക്ക് ബസ്സുണ്ട്. KSRTC ബസ്സുണ്ട്, പ്രൈവറ്റ് ബസ്സും ഉണ്ട്. പക്ഷേ KSRTC ബസ് അവിടെ കുറവാണ്, സൂര്യനെല്ലിക്ക് കുറവാണ്. അപ്പം നമുക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പ്രൈവറ്റ് ബസ്സിലാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ സൂര്യനെല്ലിയിൽ എത്തി അവിടെ ഒരു പവർ ഹൗസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് പിന്നെ നമ്മളെ റിസോർട്ടിലേക്ക് പോവേണ്ടത്. അപ്പോൾ നമ്മൾ ഏകദേശം എത്തുമ്പോൾ ഒരു 7 മണിയോട് അടുപ്പിച്ചിട്ടുണ്ട്. എത്തുമ്പം അത്യാവശ്യം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇരുട്ടിനേക്കാൾ കൂടുതൽ നമുക്ക് കോടയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടേക്ക് പോകുന്ന സമയത്ത് ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഈ വീഡിയോയിലുള്ളത് പോലെയല്ല കേട്ടോ. നമുക്കെന്താ വെച്ചാൽ മുന്നോട്ടൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഒരു 7 മണി സമയമാണിത്, പക്ഷേ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. നമുക്കവിടെ അതായത് ഞാൻ പറഞ്ഞ ഈ പവർ ഹൗസിൽ നിന്ന് സൂര്യനെല്ലി ടൗണിൽ നിന്ന് കുറച്ചും കൂടെ ഉണ്ട്, നമുക്ക് കുറച്ച് പോകാണ്ട്, ഒരു 1 കിലോമീറ്ററിൻ്റെ അടുത്തോളം ഉണ്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ആ ഒരു റിസോർട്ടിലേക്ക്. ഇതിൻ്റെ ചുറ്റിലും തേയിലത്തോട്ടാണ്. അപ്പോൾ അത് നല്ല ഭംഗി. പക്ഷെ നമുക്ക് രാത്രി ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ട് വരുന്നത്. നല്ല ഭംഗിയാണ്. ഇവിടുത്തെ ആംബിയൻസ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിലും ബിൽഡിങ്സ് എല്ലാം അടിപൊളിയാണ്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിൻ്റെ പേര് സ്റ്റേ യാർഡ് എന്നാണ് കേട്ടോ. ഇവിടെ നമുക്ക് കപ്പിളായിട്ടാണെന്നുണ്ടെങ്കിലും അതല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ടാണെന്നുണ്ടെങ്കിലും ഒക്കെ വന്ന് നിൽക്കാൻ പറ്റും. നമുക്കൊരു ട്രിപ്പ് കോളേജിൽ നിന്നാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഓഫീസ് ട്രിപ്പാണെന്നുണ്ടെങ്കിലും അതിനൊക്കെ വന്ന് നിൽക്കാൻ പറ്റുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കമ്പാരിറ്റീവ്ലി എനിക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അവിടെ ആണെന്നുണ്ടെങ്കിൽ ഡോർമെറ്ററി ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. റൂമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പ്രീമിയം കോട്ടേജ് എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റേറ്റ് ഉണ്ട്. അതല്ലാതെ ഡോർമെറ്ററി എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളെടുത്ത ടെൻറ്റാണ്. അപ്പോൾ അതാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരു അഫോർഡബിൾ ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഇതാണ് പ്രീമിയം കോട്ടേജ് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ കാണാൻ നല്ല രസമാണ്. അതായത് പുറത്തായിട്ടൊരു ബാത്ത് ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പണ്ടേത്തെ ഒരു വീടിൻ്റെ ഒക്കെ ലുക്കാണ് അതിൽ വരുന്നത്. പിന്നെ നൈറ്റ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടം നൈറ്റാണ്. നൈറ്റൊരു സിംഗിളായിട്ട് വന്ന് നിന്നാൽ പോലും നമുക്ക് വല്ലാത്തൊരു ഫീൽ, നമുക്ക് അത്രയും സേഫ് നമുക്കവിടെ ഫീൽ ചെയ്യും. പിന്നെ അതിനോട് കൂടി തന്നെ ഒരു ചെറിയൊരു ചായക്കടയുണ്ട്. ഞാൻ ആദ്യം തന്നെ അവിടെ വന്നപ്പോൾ ഒരു ചായ കുടിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ കട്ടൻ ചായ ആയിരുന്നു നോക്കി, പക്ഷേ അവിടുത്തെ അക്ക നമുക്ക് ആദ്യം തന്നെ പാൽ ചായ കിട്ടുന്നു. പിന്നെ ചായട്ടൻ്റെ കൂട്ടത്തിൽ കുടിക്കാൻ നിൽക്കുന്ന മോശമില്ല, അപ്പം അത് കുടിച്ചു. പിന്നെ നമുക്ക് യോഗ ചെയ്യാനാണെന്നുണ്ടെങ്കിലും ക്യാരംസ് കളിക്കാനാണെന്നൊക്കെ അവിടെ അതിനുള്ളൊരു സൗകര്യമുണ്ട്. രാത്രിയൊക്കെ ഇതിലൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കാനൊക്കെ നല്ല സുഖമുണ്ട്. ഫുൾ ഓണാണ്, ഫുൾ ടൈം ലൈറ്റ് കാര്യങ്ങൾ ആൾക്കാരൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് നൈറ്റ് ഫുഡാണെന്നുണ്ടെങ്കിലും അവിടെ മെനു കാർഡ് ഉണ്ട്. അതിനനുസരിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താക്കും, നമുക്ക് നൈറ്റിൽ ഫുഡ് സെറ്റ് ചെയ്യും. നമ്മളവിടെ വെജ് ഫ്രൈഡ് റൈസും ഒരു ചിക്കൻ ഫ്രൈഡ് റൈസും പീനട്ട് മസാലയും അതേപോലെ തന്നെ ഇത്രയും ഒരു വെജ് സാലഡും ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. മോർണിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കുറുക്കുമല ഇതിന്
അടുത്തായിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സൺറൈസ് കാണുന്നതിനും ഒക്കെ നല്ല രസമാണ്. അതേപോലെ തന്നെ ഇവിടുന്ന് കുളുക്കുമലയ്ക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പെട്ടെന്ന് എത്തും. അവിടെ ജീപ്പിൻ്റെ ഒക്കെ പോയിന്റ് ഏകദേശം അടുത്ത് തന്നെയായിട്ടാണ് വരുന്നത്. രാവിലെ എണീച്ച് പോകാനൊക്കെ എളുപ്പമാണ്. നമ്മൾ പോയിട്ടില്ല, നമ്മൾ ബുക്കിംഗ് കാര്യം ചെയ്യാത്തതുകൊണ്ട്, നമ്മളൊരു 1 ഡേ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഒന്നും പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് നമ്മളൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ രാവിലെ എണീച്ച് സൺറൈസൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോയത് അവിടെ ഒരു ഹിഡൻ വാട്ടർഫോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെന്ന് വെച്ചാൽ ചുറ്റും, ഞാൻ പറഞ്ഞല്ലോ, ചുറ്റും തേയിലത്തോട്ടാണ്. അപ്പോൾ അതിൻ്റെ നടുക്കൂടിയാണ് നമ്മൾ എന്താണ് ഈ ഒരു ഹിഡൻ വാട്ടർഫോളിലേക്ക് പോകേണ്ടത്. ഇവിടേക്ക് നമ്മൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കൊന്നും അലൗഡ് അല്ല, അവിടെയുള്ള ആളുകൾക്ക് മാത്രം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ റിസോർട്ടിലുള്ള ഓണേഴ്സിനും മാത്രമാണ് ഇങ്ങോട്ടേക്ക് പെർമിഷനുള്ള വരാൻ. അപ്പം നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൻ്റെ ഓണറുണ്ട്, അവരുടെ കൂടിയാണ് ഞങ്ങൾ എന്താക്കിയത് ഈ പറഞ്ഞ ഹിഡൻ വാട്ടർഫോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ നടക്കാൻ. അതേപോലെ തന്നെ ചെറിയൊരു അരുവി ഇതിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അത് വലിയ വലിയ കല്ലുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെയൊക്കെ ഇങ്ങനെ നടന്ന് പോകാൻ നല്ല രസമുണ്ട്. പിന്നെ ഒരു ചെറിയൊരു പേടിയുണ്ട്. ഇത് വെച്ചാൽ ആരും ഇല്ലാത്തൊരു സ്ഥലമാണ്, ഒരു കാടിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഈ പോകുന്നത്. അവിടെ അടുത്ത വീടോ കാര്യങ്ങളോ ഒന്നുമില്ല, വേറെ ആൾക്കാരെ ആരും കാണുന്നുമില്ല. പക്ഷേ നമുക്കൊരു കൂടെ 1-2 ആൾക്കാരുള്ളൊരു ധൈര്യത്തിൽ നമ്മൾ നടക്കുകയാണ്. പക്ഷേ എന്താണ് നല്ല ഭംഗിയാട്ടോ, സ്ഥലം കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. നമുക്ക് പച്ചപ്പ്, നമ്മളൊരു ദിവസം റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേർത്താണ്. നമുക്ക് വേറെ ഇവിടെ പോകുന്നതിനേക്കാളും നമുക്ക് ഈ പറഞ്ഞ വയനാടാണെങ്കിലും മൂന്നാറാണെങ്കിലും നമുക്ക് അവിടെ പോകുമ്പം കിട്ടുന്നൊരു ഒരു റിലീഫ് ഉണ്ടല്ലോ, ഒരു സ്ട്രെസ് റിലീഫ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ പറ്റിയ ബെസ്റ്റ് പ്ലേസാണ്. ഇപ്പം നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അടക്കം ഇങ്ങനെ നോക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. വഴിയൊക്കെ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വഴി കാര്യങ്ങളില്ല, ആ ഒരു തോട്ടത്തിനുള്ളിൽ കൂടെ ഇങ്ങനെ നമുക്ക് എന്താണ് പോകാൻ പറ്റുന്ന വഴികളിലൂടെയൊക്കെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഇതാണ് നമ്മളുടെ വാട്ടർഫോൾസ് വരുന്നത്. ചെറിയൊരു കുളിക്കാൻ പറ്റുന്ന രീതിയിൽ, ഒരു ആരും ഇല്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് ഒരു പ്രൈവസി നമുക്ക് കീപ്പ് ചെയ്തുകൊണ്ട് കുളിക്കാൻ പറ്റുന്ന ഒരു ഹിഡൻ വാട്ടർഫോൾ തന്നെയാണ്. നല്ല രസമുണ്ട് കേട്ടോ. ചുറ്റിലും ഈ കാടിൻ്റെ നടുക്കായിട്ട് ഒരു ചെറിയൊരു വാട്ടർഫോള്, അതിൽ ഇറങ്ങാൻ പറ്റുന്ന, നമുക്ക് അതിൻ്റെ ഒരു പകുതി വരെയൊക്കെ എന്താക്കാൻ പറ്റും, അത്യാവശ്യം നീന്താൻ അറിയുന്ന ആൾക്കാർക്ക് പോകാൻ പറ്റും. പിന്നെ നമ്മൾ അവിടുന്ന് കുളിച്ച് പിന്നെ അവിടുന്ന് മെല്ലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉച്ചയാകുമ്പോഴത്തേക്കും റിസോർട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ മൂന്നാറിലേക്ക് എത്തി. മൂന്നാർ മാർക്കറ്റാണിത്. ഇവിടെ നിറച്ച് ഫ്രൂട്ട്സ് അതേപോലെ തന്നെ പച്ചക്കറികളൊക്കെയാണ് കാണാനുള്ളത്. അപ്പോൾ നമ്മൾ മൂന്നാർ മാർക്കറ്റൊക്കെ കണ്ടു. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ച് നമ്മൾ അവിടുന്ന് KSRTCയിലാണ് തിരിച്ച് എറണാകുളത്തേക്ക് തിരിച്ച് പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു യാത്രയായിരുന്നു ഇത്, നല്ലൊരു 1 ഡേ ട്രിപ്പ്. അപ്പം പോവാത്തവർക്ക് പോവുക. അപ്പം ബൈ.